ഞാൻ രാജേഷ് പി നമ്പൂതിരി, മാണിക്യമംഗലത്തിൻ്റെ അഷ്ടമംഗലം മണിയാർ പി ഒ. വളരെ കാലമായി ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സംശയത്തിന് മറുപടിയുമായാണ് ഞാൻ ഇന്ന് വരുന്നത്. മരണാനന്തര കർമ്മവും അതിനുശേഷമുള്ള പുലവീട്ടലും അതിനുശേഷമുള്ള ക്ഷേത്ര ദർശനങ്ങളും എന്ന വിഷയത്തിൽ ജനങ്ങളുടെ ഇടയിൽ വളരെയേറെ തെറ്റിദ്ധാരണ വരുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഒരു മരണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശുദ്ധപിണ്ഡം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കുടുംബത്തിനും ക്ഷേത്ര ദർശനം, ദാനങ്ങൾ, യജ്ഞങ്ങൾ എന്നിവയിലെല്ലാം പങ്കെടുക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു ചോദ്യം, അസ്ഥി ഇരിക്കുമ്പോൾ ക്ഷേത്ര ദർശനം പാടുണ്ടോ എന്നാണ്. അസ്ഥി നിമഞ്ജനമൊക്കെ ഏകദേശം 40 വർഷത്തോളമേ ആയിട്ടുള്ളൂ. പണ്ട് കാലങ്ങളിൽ അസ്ഥി എടുത്ത് കുടത്തിലാക്കി പ്ലാവിൻ ചുവട്ടിൽ കുഴിച്ചിടുന്ന സമ്പ്രദായമാണ് ഹൈന്ദവ ജനവിഭാഗങ്ങളിലുണ്ടായിരുന്നത്. ഇന്ന് അതിന് പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. ചിലരല്ല 90% ആൾക്കാരും അസ്ഥി നിമഞ്ജനം ചെയ്യുന്നു. ഈ അസ്ഥി എന്നാണ് നിമഞ്ജനം ചെയ്യേണ്ടത് എന്നതിൽ ഒരു വ്യക്തതയുണ്ട്. അമാവാസി പക്ഷത്തിൽ മാത്രമേ അസ്ഥി നിമഞ്ജനം പാടുള്ളൂ എന്നതാണ്. അസ്ഥി എടുത്തു കഴിഞ്ഞാൽ 41 ദിവസം, അതായത് ഒരു വ്യക്തിയുടെ മരണം നടന്ന് അസ്ഥി സഞ്ചയനം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ 41 ദിവസം, അതായത് ഒരു മണ്ഡലകാലം വെച്ച് ദീപം തെളിയിക്കണം എന്നത് ഒരു ആചാരം തന്നെയാണ്. ഈ 41 കഴിഞ്ഞു വരുന്ന കറുത്തപക്ഷത്തിലാണ് അസ്ഥി നിമഞ്ജനം ചെയ്യേണ്ടത്. കാലഘട്ടത്തിൽ പലരുടെയും തൊഴിൽ സംബന്ധമായി മറ്റു വിഷയങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട് 16 കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 16 ദിനരാത്രങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അസ്ഥി നിമഞ്ജനം ചെയ്യുന്ന ഒരു ചടങ്ങ് ഇപ്പോൾ കാണുന്നുണ്ട്. അതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. പക്ഷേ അസ്ഥി നിമഞ്ജനം ചെയ്യുമ്പോൾ കറുത്തപക്ഷത്തായിരിക്കണം എന്നത് ആവശ്യം തന്നെയാണ്. എങ്കിലേ ആ മരിച്ച വ്യക്തിയുടെ ആത്മാവിന് മോക്ഷപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. കൂടാതെ അസ്ഥി വെച്ച് വിളക്ക് കത്തിക്കുന്ന സമയങ്ങളിൽ ശബരിമല, ഗുരുവായൂർ, മറ്റ് ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്നതാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും സത്സംഗങ്ങളിലും ഇവർക്കെല്ലാ കുടുംബാംഗങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്, പൊങ്കാലയിടാവുന്നതാണ്. അതിൽ യാതൊരു തെറ്റും ഇല്ല. ഓം നമോ നാരായണായ.